അതാ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന യുവതീ യുവാക്കളാരാണ്? അവർക്കില്ലേ വലിയ പ്രതിഫലം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കഅബുൽ അഹ്ബാർ എന്നവര് പറയുകയാണ്, ഇസ്രായേലിൽ ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവ് ഏകാന്തമായിരുന്നു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. ഏകാന്തമായിരുന്നു അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ ബഹറുദ്ദുമൂഇൽ എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നല്ല ഒരു ചെറുപ്പക്കാരനാണ്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. അതാ ഏകാന്തമായിരുന്ന് ആരാധന നടത്തുമ്പോൾ മലക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്ത് വേണം? അല്ലാഹു അഅലമു ബിഹാജതീ, എനിക്ക് വേണ്ടത് അല്ലാഹുവിനറിയാം. അല്ലാഹു തആല അദ്ദേഹിച്ചു എന്ന ഏകദേശ ഫലം അതിൽ നിന്ന് കിട്ടുന്നു. ആവശ്യമുള്ളപ്പോൾ കൈനീട്ടിയാൽ വെള്ളം ലഭിക്കുന്നു. അദ്ദേഹം അങ്ങനെ നല്ല ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയാണ്. കുറെ കാലമങ്ങ് കഴിഞ്ഞപ്പോ ഫലമ്മാ കാന ബഅദ മുദ്ദത്തിൻ മറത്ത് ബിഹി ഇംറഅത്തുൻ ലഹാ ഹുസ്നുൻ വജമാൽ. കുറെ കാലം കഴിഞ്ഞപ്പോ സുന്ദരിയായ ഒരു പെണ്ണ് വന്നു അദ്ദേഹത്തിന്റെ ആരാധനാമുറിയുടെ അടുക്കൽ. മഗ്രിബിന്റെ സമയമായി. എന്നിട്ട് ആ പെണ്ണ് വിളിച്ചു ചോദിക്കുകയാണ്, യാ അബ്ദല്ലാഹ്, ഓ അല്ലാഹുവിന്റെ ദാസനായ മനുഷ്യ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതേ ലബ്ബൈക്, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഖാല ലഹാ, ആ മനുഷ്യനാ പെണ്ണിനോട് പറഞ്ഞു, ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാറുൽ ഹയ്യുൽ ഖയ്യൂമുൽ ആലിമു ബിമാ ഫിസ് സുദൂരി വബാഇസു മൻ ഫിൽ ഖുബൂർ. അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. എന്നാൽ ഈ പെണ്ണ് പറയുകയാണ്, അൽ ബലദു മിന്നീ ബഈദ്, എന്റെ വീടങ്ങ് കുറെ ദൂരെയാണ്, ഈ രാത്രിയിൽ ഞാൻ അവിടെ എത്തിപ്പെടൂല, അതുകൊണ്ട് എനിക്കൊന്ന് താമസിക്കാൻ സൗകര്യം വേണം. മനുഷ്യത്വപരമായി കരുണയുള്ള മനുഷ്യൻ പറഞ്ഞു, ആയിക്കോട്ടെ, നീ ഇവിടെ കയറി താമസിച്ചോ. ആ പെണ്ണി ആരാധനാ മുറിയുടെ അകത്തേക്ക് കയറിയിട്ട് റമത്ത് സിയാബഹാ വകാനത് ഉരിയാനാ, വസ്ത്രങ്ങളെല്ലാം വലിച്ചൂരിയങ്ങ് കളഞ്ഞിട്ട് നഗ്നയായി ഈ ആബിദായ മനുഷ്യന്റെ മുമ്പിലേക്ക് നിന്നിട്ട് പറയുകയാണ്, നീ എന്നെ ഉപയോഗിച്ചോ, നീ എന്നെ അനുഭവിച്ചോ, നിന്റെ വസ്ത്രമെടുത്ത് മറയ്ക്കു പെണ്ണേ, അല്ലാഹുവിനെ ഭയക്കു പെണ്ണേ. ആ പെണ്ണ് വഴങ്ങുന്ന ഒരു കോലവും ഇല്ല. അപ്പോൾ മഹാനായ ആബിദായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചോദിക്കുകയാണ്, അല്ലയോ ശരീരമേ, നീ എന്തു പറയുന്നു? ശരീരം പറയുകയാണ്, ഇവളോടൊപ്പം നല്ല നിലക്കൊന്ന് സന്തോഷിക്കാമെന്ന്. النفس كالطفل تهمله شبالا وخالف النفس والشيطان وعصيهما وإنهما محضا كالنصح فاتهمي. മനുഷ്യന്റെ ശരീരം, അവന്റെ ദേഹത്തിന്റെ ഇച്ഛ അങ്ങനെയാണ്, ശരീരത്തിന്റെ ഇഷ്ടം അങ്ങനെയാണ്. ആ ശരീരം പറഞ്ഞു, നമുക്കൊന്ന് ആസ്വദിക്കാമെന്ന്. മനസ്സിനോട് ചോദിച്ചു, അല്ല, ഇത്രയും കാലം ചെയ്ത ആരാധനകളെല്ലാം നശിപ്പിച്ച് അല്ലാഹുവിന്റെ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന തോന്നിവാസത്തിന് ഞാൻ നിൽക്കണോ? അദ്ദേഹത്തിന്റെ ആത്മാവ് പറഞ്ഞു, വേണ്ട,
ഇങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലും ചില സംഘട്ടനങ്ങളുണ്ടാകും. ഒരു കാര്യം ചെയ്യാൻ നേരം മനസ്സ് പറയും വേണ്ട, ശരീരം പറയും വേണം. അപ്പൊ ശരീരത്തെ തോൽപ്പിക്കുന്ന മനസ്സിന്റെ ഉടമയാണ്, വികാരത്തെ അതിജീവിക്കുന്ന വിവേകത്തിന്റെ ഉടമയാണ് ബുദ്ധിമാൻ. ചുരുക്കട്ടെ സഹോദരന്മാരെ, അവസാനം ഈ മനുഷ്യരിങ്ങനെ ആലോചിച്ചു, റബ്ബേ നിന്റെ നരകത്തിൽ നിന്ന് ഞാനെങ്ങനെ രക്ഷപ്പെടാനാണ്? അതുകൊണ്ടൊരു വിളക്ക് കൊണ്ടുവന്ന് കത്തിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വിരല് കാണിക്കുമ്പോൾ ചൂടുണ്ട്, വിരല് കാണിക്കുമ്പോൾ പൊള്ളുന്നുണ്ട്, വിരല് കാണിക്കുമ്പോൾ പേടിയുണ്ട്. ഈ വിളക്കിന്റെ തീക്ക് ഇത്ര വലിയ ചൂടുണ്ടെങ്കിൽ റബ്ബേ നീ ഒരുക്കി വച്ചിരിക്കുന്ന നരകം എങ്ങനെ സഹിക്കാനാ? തല തുറന്നിട്ട് തെരുവിലിറങ്ങുന്ന പെങ്ങളെ, രാവിലെ ഒരു കറുത്ത ലോഹായി എടുത്തിട്ട് 10 പവന്റെ മാലയെടുത്തതിന്റെ പുറത്തിട്ട് ഒരു തുണ്ടം തുണി തലയിലിട്ടിട്ട് നാഴികയ്ക്ക് 40 വട്ടം ഒഴിഞ്ഞു പോകുന്ന ഒരു കഷ്ണം തുണി മുടിയുടെ മുൻഭാഗവും പിൻഭാഗവും തുറന്നു കിടക്കുകയാണ്. എന്നിട്ട് കൊണ്ടോട്ടിയങ്ങാടിയിലും രാമനാട്ടുകരയങ്ങാടിയിലും കോട്ടയ്ക്കലങ്ങാടിയിലും തിരൂര് മാർക്കറ്റിലൊക്കെ അലഞ്ഞു തിരിയുന്ന പെണ്ണേ, ഒന്നാലോചിക്കുമോളെ, നിന്റെ തലമുടി മറക്കണമെന്ന് പറഞ്ഞതൊരു മുസ്ലിയാരല്ല, നിന്റെ ശരീരം മറക്കണമെന്ന് പറഞ്ഞത് ഒരു ഖാളിയാരല്ല. നിനക്ക് തലയും മുടിയും തന്ന അല്ലാഹ്. ആ അല്ലാഹനെ മറന്നിട്ട് ആറാടി കൂത്താടി നടക്കുന്ന സഹോദരി, നിനക്ക് അല്ലാഹുവിന്റെ നരകം സഹിക്കാൻ പറ്റുമോ? ഹയർ സെക്കൻഡറിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന പെൺപിള്ളേര് അന്യപുരുഷന്മാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പെണ്ണുങ്ങളാണ്. അതിനു മുമ്പ് നീ വീട്ടിൽ നിന്ന് അടുപ്പത്തുള്ളൊരു തീക്കൊള്ളിയെടുത്ത് കയ്യിൽ വെച്ചു നോക്കുമോളെ, അത് നിനക്ക് സഹിക്കാൻ പറ്റുമോ? അതിനേക്കാൾ വലിയ അപകടമാണ് അന്യപുരുഷനും അന്യ സ്ത്രീക്കും ഹസ്തദാനം നൽകിയാൽ സംഭവിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകൊണ്ട് ഒരൊറ്റ പെണ്ണിന്റെയും കയ്യിൽ മുസാഫഹത്ത് ചെയ്തിട്ടില്ല, ഒരന്യ പെണ്ണിനും ഷെയ്ക്ക് ഹാൻഡ് നൽകിയിട്ടില്ല. അറിയോ? എന്നിട്ട് നിനക്കേതു നീതിശാസ്ത്രം? അതൊക്കെ മൊയ്ലിയരെ ഇപ്പോഴത്തെ സിമ്പിൾ മാറ്ററാ. ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഡിഗ്രിയിലും ഒക്കെ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ സംഭവമല്ല, അതിനേക്കാൾ വലിയ ഹാൻഡ് ഇവിടെ നടക്കുന്നില്ലേ? അതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്നാൽ മതത്തിന്റെ നിയമം മാറ്റിവെക്കാൻ പറ്റില്ല, അള്ളാഹുവിന്റെ നിയമം മാറ്റിവെക്കാൻ പറ്റില്ല. മരണം ഒടുക്കാൻ പറ്റുന്ന, മരണം തടയാൻ പറ്റുന്ന ഒരു മരുന്ന് ഒരു ഡോക്ടറും കണ്ടുപിടിച്ചിട്ടില്ല. നിനക്ക് മരിക്കൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ചെയ്തോ, കുഴപ്പമില്ല. നീ മരിക്കും, നിന്നെയും കബറടക്കും, നിനക്കും ചോദ്യമുണ്ട്, നിനക്കും വിചാരണയുണ്ട്, നിനക്കും പരലോകമുണ്ട്. എനിക്കും നിനക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതുണ്ട്. ഈ ഒരു ബോധമല്ലേ ലോകത്ത് നീതി വളർത്തൂ. അല്ലാതെ എന്തിനാണ് ലോകത്തുള്ള നിയമങ്ങൾ ചാടിക്കടക്കാൻ? എന്തെല്ലാം നമ്മുടെ കേരളത്തിൽ ഓരോ കേസൊക്കെ ഇങ്ങനെ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നതാണൊക്കെ ഓരോ കേസ് വരിക. കുറെ ദിവസം കഴിയുമ്പോൾ ഇതാ പോകുന്നു. എത്ര കേസുകൾ നമ്മൾ കണ്ടു, എത്ര പെൺപിള്ളേരെ ഇപ്പൊ വിലസുന്നത്. കേരളീയ രാഷ്ട്രീയത്തെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും പെണ്ണുങ്ങളാണ്. ഒരുത്തി സോളാറും കൊണ്ട്, അടുത്തവള് MBBS-ഉം കൊണ്ട്, വേറൊരുത്തി ഡൽഹിയും കൊണ്ട്, വേറൊരുത്തി സ്വർണവും കൊണ്ട്. ഇതുപോലെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ മുഴുവനും നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഏതായാലും ശരി സഹോദരന്മാരെ, അറിയണം, ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. ഈ മനുഷ്യനതാ തീയിലേക്ക് വിരൽ കാണിച്ചിട്ട് പൊള്ളിക്കുകയാണ്. റബ്ബേ നിന്റെ നരകം എനിക്ക് സഹിക്കാൻ പറ്റൂല. അങ്ങനെ വിളക്കിലേക്ക് കാണിച്ച് തീയെന്ന് കത്തി കത്തി കൈയുടെ വിരല് കത്തിപ്പോയി. വിരലുകൾ ഇങ്ങനെ കത്തിച്ചു കളയുന്നത് കണ്ടപ്പോ
ഈ പെണ്ണൊരൊറ്റ അട്ടഹാസം ഫസാഹത്തിൽ ജാരിയത്തു സൈഹതൻ അദീമതൻ ഫാറഖത്തി ദുനിയാ. രാത്രി ഒരു അന്യപുരുഷൻ മാത്രമുള്ള വീട്ടിൽ അയാൾ കൈ ഇങ്ങനെ കത്തിച്ചു കളയുന്നത് കണ്ടപ്പോൾ പെണ്ണ് ഭയന്ന രണ്ട് വീണങ്ങ് മരിച്ചുപോയി. ഫസതറഹാ ബിസൗബിഹാ. ഈ മനുഷ്യൻ അവളുടെ വസ്ത്രമെടുത്തവളുടെ ശരീരം മൂടിയങ്ങ് കിടത്തി. രാവിലെയായി. ഇബ്ലീസുൽ ലഈൻ അനൗൺസ്മെന്റ് തുടങ്ങി. അയ്യുഹന്നാസ് ഇന്നൽ ആബിദ ഖദ് സനാ ബിഫുലാനതി ബിൻത് ഫുലാൻ വഖതലഹാ. ഇത്രയും കാലമായി അവിടെ മടം കെട്ടി ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ ഇന്നലെ ഒരു പെണ്ണിനെ വ്യഭിചരിച്ച് കൊന്നുകളഞ്ഞോ. ഇബ്ലീസിന്റെ അനൗൺസ്മെന്റ് കേട്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ പട്ടാള സമേതം അതായി മനുഷ്യന്റെ മഠത്തിലേക്ക്, ആരാധനാമുറിയുടെ മുമ്പിലേക്ക് മാർച്ച് ചെയ്ത് വരികയാണ്. ഇത് ഞാൻ എഴുതിയ കഥയല്ല, ഇബ്നുൽ ജൗസിയുടെ ബഹറുദ്ദുമൂഇൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് കഅബുൽ അഹ്ബാർ പറഞ്ഞ സംഭവമാണ്. ചുരുക്കി പറയട്ടെ, അങ്ങനെ രാജാവും പരിവാരങ്ങളും വന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഐന ഫുലാന, അല്ലയോ മനുഷ്യ പെണ്ണെവിടെ? ഖാല ലഹു ഇൻദീ ഹാഹുനാ, ഇവിടെയുണ്ടല്ലോ. എന്നാൽ അവൾ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ. അപ്പൊ ആബിദായ മനുഷ്യൻ പറയുകയാണ്, ഇന്നഹാ ഖദ് മാത്തത്, ആ മനുഷ്യൻ അവ പെണ്ണ് മരിച്ചുപോയി. അപ്പൊ രാജാവ് പറയാണ്, മാ റളീത ബിസ്സിനാ ഹത്താ ഖതൽത അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഖത്ലഹാ. നിനക്ക് വ്യഭിചരിച്ചിട്ട് മതിയായില്ല, എന്നിട്ട് നീ കൊന്നുകളഞ്ഞോ അവളെ. അപ്പൊ ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല, മറുപടി കേൾക്കാനാരുമില്ല. അല്ലാഹുവുമായുള്ള ബന്ധത്തിന്റെ പരിശുദ്ധി അറിയാൻ ആളില്ല. ആളുകൾ കാടളകി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ വീടങ്ങ് തകർത്തു കളഞ്ഞു. അദ്ദേഹത്തെ കയറിട്ട് കെട്ടിവലിക്കുകയാണ്. പെണ്ണിന്റെ ശരീരവും ചുമന്നുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി നിർത്തുകയാണ്. അദ്ദേഹത്തെ അങ്ങ് നിർത്തിയിട്ട് നിർത്തിയിട്ട് കഥകളൊന്നും കേൾക്കാൻ ആളില്ല, നിരപരാധിത്വം അറിയാൻ ആളില്ല. അദ്ദേഹത്തിന്റെ തലയിലേക്ക് നല്ല മൂർച്ചയുള്ള വാളങ്ങ് വെച്ചപ്പോ فلما بلغ المنشار إلى دماغه فأوحى الله تعالى إلى جبريل قل له لا ينطق بشيء. മൂർദാവിലേക്ക് വാള് വെച്ചിട്ട് മുറിക്കാനിറങ്ങുന്ന നേരത്ത് അദ്ദേഹം ഒരൊറ്റ വിളിയാണ്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഓ ജിബ്രീലേ, അദ്ദേഹത്തോട് പറയണം, അങ്ങനെ വേദനിച്ച് ശബ്ദമുണ്ടാക്കരുത്, ഒന്നും മിണ്ടരുതെന്ന് പറയണേ. وها أنا أنظر إليك وقد أبكى حملة العرش وسكان سماواتي فوعزتي وجلالي لئن تأوه الثانية لأهدمن السماوات على الأرض. അല്ലയോ സഹോദരാ, ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, അല്ലാഹു തആല അറിയിക്കുകയാണ്, ഓ മനുഷ്യ, റബ്ബാകുന്ന ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. എന്റെ ആകാശത്തെ മലക്കുകൾ നിങ്ങളുടെ വിഷയത്തിൽ കരയുന്നുണ്ട്. നിങ്ങൾ ഒരിക്കൽ കൂടി നിലവിളിച്ചാൽ ആകാശഭൂമികൾ തകർന്നു പോകും. അതുകൊണ്ട് മിണ്ടല്ലേ. അങ്ങനെ അതാ അദ്ദേഹം മിണ്ടിയില്ല.
അദ്ദേഹത്തിന്റെ മൂർധാവിലൂടെ വാള് താഴേക്കിറങ്ങുകയാണ്. അദ്ദേഹം മരിച്ചുപോയി. ഫലമ്മാ മാത, അദ്ദേഹം മരിച്ചുപോയപ്പോ റബ്ബല്ലാഹു റൂഹ ഇലൽ മർഅതി, പെണ്ണിന്റെ മരിച്ചു കിടക്കുന്ന പെണ്ണിന്റെ ആത്മാവ് അല്ലാഹു തആല മടക്കി നൽകി. ആ പെണ്ണ് പറയുകയാണ്, മാത വല്ലാഹി മലൂല മാ സനാ വമാ അന ഇല്ലാ ബിഖാതമി, അദ്ദേഹം എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ കന്യകത്വം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, എന്നെ അദ്ദേഹം സ്പർശിച്ചിട്ടില്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് പറയുകയാണ്, ഇന്നലെ രാത്രിയിൽ എന്റെ ചതിയിൽപ്പെടാതിരിക്കാൻ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് വിരല് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്, അയാളുടെ കൈ കരിഞ്ഞുപോയി. അപ്പോഴാണ് ആബിദായ മനുഷ്യൻ മനഃപൂർവ്വം കൈയുടെ ഉള്ളിലേക്ക്, കുപ്പായത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ചിരുന്ന കൈ ജനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അതേ കൈ കരിഞ്ഞിരിക്കുകയാണ്. പെണ്ണിന്റെ ആത്മാവ് മടങ്ങിപ്പോയി. അവള് തിരിച്ചു മയ്യത്തു തന്നെയായി. ജനങ്ങൾ പറയുകയാണ്, ലോ അലിംനാ, ഞങ്ങൾ ഈ വിഷയം അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആക്രമിക്കില്ലായിരുന്നു. അപ്പോഴേക്ക് ഈ മനുഷ്യൻ 2 പീസായി വീണുപോയി. 2 പേർക്കും വേണ്ടി ഒരു ഖബറങ്ങ് കുഴിച്ചു. ഖബർ കുഴിക്കുമ്പോഴോ ഫവജദൂ ഫിൽ ഖബരി മിസ്കൻ അംബറൻ വകാഫൂറാ, നല്ല കസ്തൂരിയും അംബറും എല്ലാം നല്ല സുഗന്ധമുള്ള ഖബറാണ്. അപ്പൊ ജനങ്ങൾ വിചാരിച്ചു ഒന്ന് മയ്യത്ത് നിസ്കരിച്ച് ഖബറടക്കാമെന്ന്. അങ്ങനെ ഒരുങ്ങുമ്പോ വാനലോകത്ത് നിന്നൊരു നാദം മുഴങ്ങുകയാണ്, നിങ്ങൾ നിസ്കരിക്കാൻ വരട്ടെ, മലക്കുകളൊന്ന് നിസ്കരിച്ചോട്ടെ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു കൊണ്ടു ചെല്ലുമ്പോ ഫഅംബതല്ലാഹു അലാ ഖബരിഹിം അൽയാസ്മീൻ, അല്ലാഹു തആല അവരുടെ ഖബറിന്മേൽ നല്ല ഒന്നാന്തരം സുഗന്ധച്ചെടികളെ മുളപ്പിച്ചിട്ടുണ്ട്. ഖബറിന്റെ ചാരത്ത് എഴുതിയൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പിലുള്ളതെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിനല്ലാഹി അസ്സ വജല്ല ഇലാ അബ്ദി വവലി, എന്റെ അടിമയ്ക്കും എന്റെ വലിയനുമുള്ള കുറിപ്പാണിത്. ഞാനിതാ ഇന്നി നസബത്തുൽ മിംബറ തഹത അർശി വജമഅതു മലായികതി വഖതബ ജിബ്രീലു, അതാ കണ്ടില്ലേ, എന്റെ അർശിന്റെ താഴെ ഒരു മിമ്പർ ഒരുക്കിയിട്ട് മലക്കുകളെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം സംഭാഷണം നടത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ദാസികളിൽ നിന്ന്, ഹൂറികളിൽ നിന്ന് 100 കണക്കിന് 1000കണക്കിന് ഹൂറികളെ അദ്ദേഹത്തിന് നൽകിക്കഴിഞ്ഞു. ചെറുപ്പക്കാരാ, ഈ കഥ നൽകുന്ന ഒരു പാഠമില്ലേ മോനെ? നീ ചാരിത്രത്തോടെ ജീവിക്കാൻ, നീ നിന്റെ പരിശുദ്ധിയോടെ ജീവിക്കാൻ ചിലപ്പോ വേദനിക്കേണ്ടി വന്നേക്കാം, ക്ഷമിക്കേണ്ടി വന്നേക്കാം, എന്നാലും നിനക്ക് റബ്ബ് വലിയ കൂലി തരും മോനെ.